welcome my YouTube channel. So ഇന്ന് നമ്മൾ ബോളിവുഡ് സിറ്റി പോവാണ്. So we are going and enjoy the Friday. It's a holiday. I know, Aida. Yo 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 yo. അങ്ങനെ നമ്മള് ബോളിവുഡ് ഫ്ലവേഴ്സിലോട്ടുള്ള യാത്ര തുടങ്ങി. ആക്ച്വലി കുറേ ദിവസം കൊണ്ട് പോകണമെന്ന് വിചാരിക്കുമായിരുന്നു, പക്ഷെങ്കിൽ അങ്ങ് ഒത്തു കിട്ടിയില്ല, ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട്. എന്തായാലും നിങ്ങൾക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. പക്ഷേ ഈ ഗ്ലാസ് സീറ്റ് വെച്ചിട്ടില്ല. ഓക്കെ, ഈ ഗ്ലാസ് നിറച്ച് അഴുക്കാണ്. ഇവിടെ എല്ലാ വൈകുന്നേരങ്ങളിലും ഇപ്പം മഴയുള്ളത് കൊണ്ട് നമ്മൾ എത്ര കഴുകിയാലും അങ്ങൊന്നും സെറ്റ് ആവുന്നില്ല. നമ്മളിനി പോകുന്ന വഴി എല്ലാ വിശേഷങ്ങളും പറയാം. ഞങ്ങളുടെ ദിരിയയിലാണ്. ഞങ്ങളുടെ ദിരിയെന്ന് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. എന്തായാലും പെട്ടെന്ന് തീരുമാനിച്ചെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ പർച്ചേസിന് പോകണോ ലുലുവിൽ, അതോ ഈ ബോളിവുഡ് ഫ്ലവേഴ്സിൽ പോകണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യണോ, പ്രീ ബുക്കിംഗ് എന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ റൂമിലെ അഞ്ചും അഖിലും കൂടെ പോയായിരുന്നു ഒരു 3-4 days ബിഫോർ. സോ അവരടുത്ത് തിരക്കിപ്പോൾ പറഞ്ഞു വി ബുക്ക് വഴി അവർ ബുക്ക് ചെയ്തു എന്ന്. അവിടെ പോയാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എത്രയായിരുന്നു പൈസ? $37. സോ എനിക്കൊന്നും നമ്മുടെ റിയാൽ പറയുകയാണെങ്കിൽ ഒരാൾക്ക് 26 റിയാൽ. 3 years വരെ നമുക്ക് ടിക്കറ്റ് വേണ്ട, അബവ് 3 years നമുക്ക് ടിക്കറ്റ് വേണം. ഞങ്ങൾ വി ബുക്ക് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. അവിടെ പോയി എടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ അവിടെ പോയി തിരക്കിയിട്ട് നിങ്ങളെ അറിയിക്കാം. കണ്ടില്ലേ, അങ്ങോട്ടുള്ള വഴിക്കൊക്കെ ഭയങ്കര ട്രാഫിക് ആട്ടോ. ഇഴഞ്ഞ് നമ്മൾ എന്തായാലും നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഗൈസ്. ബോളിവുഡ് ഫ്ലവേഴ്സിലെത്തിയേക്കോ. സുവിയായിട്ട് എടുക്കാൻ പറ്റത്തുണ്ട്. ഓഹോ, നീ നിന്നെ മാത്രം എടുക്കണം. അതൊക്കെ പഴയ മോഡലാണ്. കുഴപ്പമില്ല, ഞങ്ങൾ ഇച്ചിരി സഹിച്ച് പഴയ മോഡലാണെങ്കിൽ. അങ്ങനെ നമ്മൾ എന്തായാലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഒരു നല്ലൊരു ഈവനിങ് ആയിരിക്കും. നമ്മളിവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. പാർക്കിംഗ് സൗകര്യത്തിന് നമ്മൾ 10 റിയാൽ വെച്ച് പേ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം കാറുകളാ. 10 റിയാൽ വെച്ച് അത് തന്നെ അവർക്കൊരു ലാഭമാണല്ലേ. So welcome to Riyadh Bollywood Flower Show to all my dear friends. എല്ലാവരും ഒരു വട്ടെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം. നല്ല ഭംഗിയാണ്. എൻട്രൻസിൽ തന്നെ നല്ല ഭംഗിയുള്ള പൂക്കൾ, നല്ല നിറം, ചുവപ്പ്, വെള്ള, അങ്ങനെ നല്ല ഭംഗിയുണ്ട് അത് ചമച്ച് വെച്ച് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എന്തായാലും വി ബുക്ക് വഴി ബുക്ക് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ടിക്കറ്റിംഗ് കൗണ്ടർ ഉണ്ട്, കുറച്ച് തിരക്കുണ്ട്, എന്നാലും അക്സെപ്റ്റബിൾ. അവിടെ വന്നാലും നമുക്ക് ടിക്കറ്റ് ക്യൂ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ ക്യൂ നിന്ന് ഈ ഒരു എൻട്രൻസ് വഴി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നതാണ്. ബോയ്സിന് വേറെ സെക്ഷൻ, ഗേൾസിന് വേറെ സെക്ഷൻ, അങ്ങനെ ക്യൂ നിന്ന് വേണം നമ്മൾ ഉള്ളിലോട്ട് കയറാൻ. യെസ്, വി എൻറ്റർഡ് ഇൻസൈഡ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒത്തിരി തിരക്കുണ്ട്. ഒരുപാട് ജനങ്ങളുണ്ട് ക്യൂ നിന്ന് കയറാനാണെങ്കിലും ടിക്കറ്റ് എടുക്കാനാണെങ്കിലും നമ്മുടെ ഉള്ളിലാണെങ്കിലും. സോ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച, ശനി അല്ലാത്ത ദിവസങ്ങളിൽ വരുവാണെങ്കിൽ ഇച്ചിരി കൂടെ തിരക്ക് കുറവായിരിക്കും. എന്നാലും ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് കുഞ്ഞുങ്ങളുടെയും ഞങ്ങളുടേതായ കുറേ ഫോട്ടോസ്, വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ കുറച്ച് നേരം നടന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്ത സെക്ഷൻ തുടങ്ങുവാണേ. ഭക്ഷണത്തിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു കുറേ ഹട്ടുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ന്യൂട്രല്ലയുടെ ചെറിയൊരു ഹട്ട് കണ്ടപ്പോൾ അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചു. അങ്ങനെ ഐസ്ക്രീമും വാങ്ങിച്ച് കുറച്ച് മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോഴാണ് അടുത്തത് പൂവിൻ്റെ ഒരു സെക്ഷൻ. നമുക്ക് തലയിൽ ഇങ്ങനെ വെക്കാനൊക്കെ ഇട്ട് റിബണിലുള്ള പൂക്കളുണ്ട്, കയ്യിൽ കൊണ്ടുപോകാൻ കുറേ റോസാക്കളുണ്ട്. അതിനൊക്കെ എനിക്കൊന്ന് ഒരു സെക്ഷന് മീൻസ് ഒരു റിബൺ വിത്ത് ഫ്ലവറിന് നമുക്ക് 30 റിയാലാണ്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സെക്ഷൻ ഉണ്ട്, ഫേസ് പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ട്. അതിനും നമ്മൾ തിരക്കിയപ്പോൾ 30 റിയാലാണ്. ഓൾറെഡി അവിടെ കുറേ കുഞ്ഞുങ്ങൾ ക്യൂ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിന് നിന്നില്ല, ഞങ്ങൾ പിന്നെ ഫ്രണ്ടിലോട്ട് അങ്ങ് നടന്ന് നീങ്ങിപ്പോയി. നല്ല ഭംഗിയുണ്ട് ഓരോരോ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഈ ബട്ടർഫ്ലൈ പൂക്കൾ അതൊക്കെ വരച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോൾ നമുക്കിങ്ങനെ റിക്ഷകൾ കാണാം, പൂക്കളൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള റിക്ഷകൾ. ആ റിക്ഷകൾ നമുക്ക് മാക്സിമം 2 പേർക്ക് ഇരിക്കാം. ആ റിക്ഷ നമുക്ക് 30 മിനിറ്റ്സിലോട്ട് 80 റിയാലാണ്, 80 റിയാൽ. 1000 കൂടെ അതിൽ കൂടെ കയറാനൊക്കെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു നോട്ട് അലൗഡ് എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫ്രണ്ടിലിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നൈസായിട്ട് ഇങ്ങോട്ട് മാറിപ്പോയി. സോ 30 മിനിറ്റിലോട്ട് 80 റിയാലാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ ഇതായിരുന്നു കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല മാക്സിമം എൻജോയ് ചെയ്യാം. നമ്മൾ ആ സ്റ്റേജ് പോലത്തെ അവിടെ നിന്ന് നമുക്ക് ഡാൻസ് ചെയ്യാം. അവർ നല്ല ബീറ്റ്സുള്ള മ്യൂസിക് ഇട്ട് തരും. സോ നമ്മൾ ഇതിന് പേ ചെയ്യേണ്ടത് 100 റിയാലാണ്. പിന്നെ ഈ കാണുന്ന ക്യൂ എന്തിനാണെന്നറിയോ, പെറ്റ് ബേർഡ്സിൻ്റെ ഒരു ഷോ ഉണ്ട്. അതിൽ എൻട്രി ഫീ ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടത് 35 റിയാൽ. ആവശ്യമുള്ള ആൾക്കാർക്ക് അവിടെ ചെറിയൊരു ക്യൂ ആണ്. ആ ക്യൂവിൽ നിന്നിട്ട് 35 റിയാൽ പേ ചെയ്താൽ നമുക്ക് ഉള്ളിൽ അലൗ ചെയ്യും. പിന്നെ അവിടെ വലിയ വലിയ പാരറ്റുകളുടെ ഡിഫറെൻറ്റ് ടൈപ്സ്, ലവ് ബേർഡ്സ് പോലത്തെ അങ്ങനെയൊക്കെ ഉണ്ട്. അതുവരെ നമ്മൾ കയ്യിലിങ്ങനെ വെച്ച് തന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. സോ കുറച്ച് മനസ്സിന് കരുത്ത് വേണം. ഈ പക്ഷികളൊക്കെ ഇങ്ങനെ നമ്മുടെ കൈയുടെ അടുത്ത് ഇത്രയും വലിയ പക്ഷികൾ കൈ വന്നിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ അങ്ങനെയൊക്കെ നമുക്ക് അവിടെ അലൗഡാണ് കേട്ടോ. പെറ്റ് ബേർഡ്സിൻ്റെ ഷോ കാണാനായിട്ട് നമുക്കത് ചെയ്യാം. കണ്ടില്ലേ എന്നാ മുഴുത്ത ബേർഡ്സൊക്കെയാണ്. അങ്ങനെ പെറ്റ് ബേർഡ്സിൻ്റെ ഔട്ട് സൈഡിലെ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. സുബേട്ടൻ ക്യൂ നിന്നു ഭക്ഷണം വാങ്ങിക്കാനായിട്ട്. ബട്ട് തിരക്കായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ ക്വിറ്റ് ചെയ്ത് ഞങ്ങളുടെ പ്ലാൻ മാറ്റി ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് കരുതി. നിങ്ങൾ കണ്ടോ, സുബേട്ടൻ കൊച്ചിനെ എടുത്തേക്കുക, ലിൻസി ഐറ എടുത്തേക്കുക. ആക്ച്വലി ഒരു സംഭവം നടന്നു, അത് ഞാൻ നിങ്ങളെ സാവധാനം പറയാം. എനിവേ ഞങ്ങൾ പാനിക്കഴിച്ച ഒരു നിമിഷം ജീവൻ സ്വർഗത്തിൽ പോയോ നരകത്തിൽ പോയോ എന്നറിയാത്തൊരവസ്ഥയായിരുന്നു. ഞാനിങ്ങനെ പൂക്കളുടെ ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. ഞങ്ങളുടെ കൂടെ ഐറ ഉണ്ടായിരുന്നു. വേറെ സുബിയേട്ടനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. പെട്ടെന്നൊരു സെക്കൻഡിനുള്ളിൽ ഞങ്ങൾക്ക് ഐറയെ മിസ്സായി. 10 മിനിറ്റ്സ് അങ്ങനെ ഞങ്ങൾ അവളെ തപ്പി നടന്നു. എനിവേ അവിടുത്തെ ഐറ പറയുന്നത് ഐറ കരഞ്ഞു, അപ്പോൾ സെക്യൂരിറ്റി വന്ന് പിടിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ സെക്യൂരിറ്റിനെ കോൺടാക്ട് ചെയ്തപ്പോൾ സെക്യൂരിറ്റി തന്നെ ഞങ്ങളെ കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലോട്ട് കൊണ്ടു തന്നു. സോ അവിടെ അങ്ങനെ എങ്ങാനും എവിടെയെങ്കിലും ആരുടെയെങ്കിലും കുഞ്ഞുങ്ങളിങ്ങനെ മിസ്സ് ചെയ്യുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റീസിനെ അറിയിക്കുക. അവിടെ വെള്ള ടീഷർട്ട് ഇട്ടിട്ട് ഗ്രീൻ കളർ ID കാർഡ് തൂക്കിയിട്ടിട്ട് കുറേ സെക്യൂരിറ്റീസ് അവിടെ ഇവിടെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആരും പാനിക്കാവരുത്. ഈ ഒരു അവസരത്തിൽ ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും ഫോൺ നമ്പർ പഠിപ്പിച്ചു കൊടുക്കുക. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ആ സ്കൂളിൻ്റെ പേര് അത്യാവശ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അത് നമ്മളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ദിസ് ഈസ് നിസ്സി സൈനിങ് ഔട്ട് ഫ്രം നിസ്സു ക്രോണിക്കൽസ്. ടാറ്റാ അമ്മ.